വെൽക്കം ബാക്ക്. അഭിഷേകാണ്. സോ ഗൈസ്, നമ്മൾ ഇപ്പോൾ ഉള്ള നമ്മുടെ ട്രിവാൻഡ്രം കൈമനത്തുള്ള ശിവജി മോട്ടോഴ്സിലാണ് കേട്ടോ. നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ പുതിയ ബുള്ളറ്റ് 350 ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിന് കറക്റ്റ് ഒരു 3 വേരിയൻ്റാണുള്ളത് കേട്ടോ. നമ്മൾ ഈ വീഡിയോയിൽ ആ 3 വേരിയൻറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ ഗൈസ്, നമ്മുടെ ഈ വീഡിയോയിലോട്ട് പോകുന്നതിന് നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതോടെ കാണുന്ന ബെല്ലൈക്കൺ തന്നെ എനേബിൾ എങ്കിൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ കാരണം ലഭിക്കുള്ളൂ. സോ നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലോട്ട് പോകാം. ഗൈസ്, ഈ കാണുന്ന 3 വണ്ടികളാണ് നമ്മുടെ ബുള്ളറ്റ് 350ൽ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുള്ള വണ്ടികളാണ്. നമുക്ക് നോക്കിയാൽ തന്നെ കാണാം, 3 ഒരു വെറൈറ്റി ഡിസൈനിൽ ഇറക്കിയിട്ടുള്ള വണ്ടികളാണ്. 3 ഒരു പുതിയ കളർ സ്കീമാണെന്ന് തന്നെ നമുക്ക് പറയാം. നമുക്ക് 1 by 1 വണ്ടികളിലോട്ട് പോവാം. ഈ വണ്ടികൾക്ക് പോകുന്നതിന് മുമ്പ് എടുത്തു പറയാനുള്ള ഒരു കാര്യം, നമ്മുടെ പഴയ UC എഞ്ചിൻ അല്ല കേട്ടോ ഇതിൽ ഈ ബുള്ളറ്റ് 350ൽ ഇനി വരുന്നത്. നമ്മുടെ പുതിയ എഞ്ചിനായ ജെ സീരീസ് എഞ്ചിനാണ്. നമ്മുടെ 100 350ക്കും മീറ്റിയോർ 350ക്കും ഒക്കെ വരുന്ന ജെ സീരീസ് എഞ്ചിനായിരിക്കും ഇനി റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് 350ൽ വരാൻ പോണത്. അതായത് വന്നിട്ടുള്ളത് കേട്ടോ. ഈ ഉള്ള വണ്ടികളിലൊക്കെ ഉള്ള എഞ്ചിൻ ജെ സീരീസ് എഞ്ചിനാണ്. ഇനി നമ്മുടെ പഴയ UC സീരീസ് എഞ്ചിൻ നമ്മുടെ റോയൽ എൻഫീൽഡിൽ ചെന്ന് ഇനി ആ UC സീരീസ് എഞ്ചിൻ ഇനി ഇല്ല കേട്ടോ. UC സീരീസ് എഞ്ചിൻ നമ്മൾ മാറ്റിയിട്ടുണ്ട്. സോ ജെ സീരീസ് എഞ്ചിനാണ് നമ്മുടെ പുതിയ ബുള്ളറ്റ് 350ൽ വന്നിട്ടുള്ളത്. നമുക്ക് ഓരോ വണ്ടി നോക്കിയാൽ തന്നെ കാണാം, നമ്മുടെ 10-60 വർഷങ്ങൾക്ക് മുന്നേ ഉള്ള ബുള്ളറ്റിൻ്റെ അതേ ഒരു കട്ടൗട്ടിൽ കൊണ്ടുവന്നിട്ടുള്ള വണ്ടികളാണ് കേട്ടോ എല്ലാം. അതിൽ നമുക്ക് എടുത്ത് പറയാനുള്ള നമ്മുടെ മെറ്റൽ ടാങ്കിൽ മെറ്റലായിട്ട് തന്നെ വന്നിട്ടുള്ള അവരുടെ ഒരു മെൻഷനിങ് ആണ് കേട്ടോ. റോയൽ എൻഫീൽഡിൻ്റെ ഒരു കിരീടമൊക്കെ വെച്ച മെൻഷനിങ് മെറ്റലിൽ തന്നെ അവർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ പഴയ ബുള്ളറ്റിലൊക്കെ ചെയ്യുന്ന അതേ മോഡലിൽ മാത്രമല്ല, നമ്മുടെ ഈ ബുള്ളറ്റിലൊക്കെയുള്ള ഈ ലൈനിങ് ഉൾപ്പെടെ പെയിൻറ്റിൽ അവർ വരച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇതാണ് ഇതിൽ എടുത്തു പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട മാറ്റം. സംഭവം ഇതാണ് നമ്മുടെ വണ്ടികളിൽ വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം. നമ്മുടെ പഴയ ബുള്ളറ്റിൻ്റെ ഏകദേശം 60 വർഷങ്ങൾക്ക് മുന്നേ ഉള്ള ബുള്ളറ്റിൻ്റെ ആ ഒരു ലുക്ക് തിരിച്ച് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. അതിപ്പോൾ ഏത് വണ്ടിയിലായാലും നമ്മുടെ സ്റ്റാൻഡേർഡ് ബുള്ളറ്റ് 350യുടെ ഒരു ലുക്കിലൊക്കെ വരുന്ന വണ്ടിയാണ് ഇത് കേട്ടോ. സംഭവം അത്യാവശ്യം നല്ല ഗ്ലോസി ഫിനിഷിംഗ് ആണ്. പെയിൻറ്റ് സ്കീമൊക്കെ നോക്കി തന്നെ കാണാം, അത്യാവശ്യം നല്ല നീറ്റ് പെയിൻറ്റ് സ്കീമാണ് കേട്ടോ. ഒരു ഗ്ലേസിംഗ് ഒക്കെ തരുന്ന ഒരു നീറ്റ് പെയിൻറ്റ് സ്കീമാണ് വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല കിടിലൻ വണ്ടിയാണ് കേട്ടോ. പിന്നെ ഈ ബുള്ളറ്റുകളുടെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മുടെ 90 വർഷങ്ങൾക്ക് മുന്നേ തന്നെ നമ്മുടെ ഇന്ത്യയിൽ ഇറങ്ങിയിട്ടുള്ള വണ്ടികളാണ്. ഇടയ്ക്കൊന്ന് ബ്രേക്ക് എടുത്തെങ്കിലും അവർ തിരിച്ചു വന്നതും ഒരു മാരകമായിട്ടായിരുന്നു കേട്ടോ. സോ നമ്മുടെ ബുള്ളറ്റ് പുതിയ വെർഷൻ 3 ലോഞ്ച് ആയിട്ടുണ്ട്. ഈ 3 വണ്ടികളാണ് കേട്ടോ ഉള്ള. ഈ വണ്ടി ഒരു ബ്ലാക്കിൽ വരുന്ന വണ്ടിയാണ്, ഫുള്ളി ബ്ലാക്കിൽ വരുന്ന കേട്ടോ. ഇതിൽ പക്ഷേ മെറ്റലിലല്ല വന്നിട്ടുള്ളത്, അതേ ഡിസൈനിൽ വൈറ്റിലാണ് കൊടുത്തിട്ടുള്ള റോയൽ എൻഫീൽഡ് എന്ന മെൻഷനിങ്. പിന്നെ നമുക്കിവിടെ ടാങ്കിൽ ആ ഡിസൈൻ വരുന്നില്ല. പിന്നെ ഈ വണ്ടികളെല്ലാം E20 വെർഷനാണ്. നമ്മുടെ ഇപ്പോൾ ഇറങ്ങുന്ന ഏത് വണ്ടിയാലും E20 വെർഷൻ വണ്ടികളാണ് കേട്ടോ. പിന്നെ മീറ്ററിലോട്ട് നമുക്ക് അതിൻ്റെ ലാസ്റ്റ് വരാം. സോ ഇതാണ് ഈ വണ്ടിയുടെ ഒരു ലുക്ക് എന്ന് പറയുന്നത് കേട്ടോ. ഒരു ഫുള്ളി ബ്ലാക്കായിട്ട് പറഞ്ഞൊരു ലുക്കാണ് ഈ വണ്ടിക്ക് വരുന്നത്. അടുത്ത് പറയുന്നത് ഒരു മാറ്റ് ബ്ലാക്ക് ആണ് കേട്ടോ. ഈ വണ്ടി എന്ന് പറയുമ്പോൾ ഫുൾ ഒരു മാറ്റ് ഫിനിഷിൽ വരുന്ന വണ്ടിയാണ്. മാറ്റ് ഫിനിഷ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആ വണ്ടി അപേക്ഷിച്ച് ഇതിലോട്ട് വരുമ്പോൾ ഞാൻ പറയുന്നത് നമ്മുടെ മെറ്റൽ റോയൽ എൻഫീൽഡ് എന്ന് പറയുന്ന ഒരു മെറ്റൽ ഡിസൈനാണ് അവർ കൊടുത്തിട്ടുള്ളത്. മാത്രമല്ല ഈ ഒരു ലൈനിങ് കേട്ടോ. പ്രത്യേകിച്ച് ബുള്ളറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് പ്രധാനമായിട്ട് എടുത്ത് പറയാനുള്ള ബുള്ളറ്റിൽ റോൾസ് റോയ്സിലൊക്കെ ഉള്ള ഒരു പ്രത്യേകതയാണ് ഈ ഒരു ലൈനിങ്. നമ്മുടെ കൈ കൊണ്ട് വരച്ചെടുത്ത ഒരു ലൈനിങ് ആണ് കേട്ടോ. അത് ഇതിൽ പറയുന്ന ഒരു ബ്രാൻഡിങ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാൻ കേട്ടോ. ഇതിലൊരു ബ്രാൻഡിങ് തന്ത്രം തന്നെയാണ് ഈ ഒരു സംഭവം. പിന്നെ അതിലൊന്ന് ഇതിലോട്ട് വരുമ്പോൾ ഞാൻ പറഞ്ഞാൽ അതൊരു ഗ്ലോസി ഫിനിഷ് ആണെങ്കിലും ഒരു ഡിസൈനിങ് വൈസ് നോക്കുമ്പോൾ ഒരു പണ്ടത്തെ മുന്നേ ഇറങ്ങുന്ന ബുള്ളറ്റിൻ്റെ ഒരു ഡിസൈനാണ്. സോ അതിൽ നേരെ ഇതിലോട്ട് വരുമ്പോൾ ഇതൊരു മാറ്റ് ഫിനിഷാണ്. ഇതിൽ നിന്ന് മാറി ഇതേ വണ്ടി ഗ്ലോസി ഫിനിഷിങ്ങിൽ പറഞ്ഞുകൊണ്ട് കേട്ടോ. ഗ്ലോസി ബുള്ളറ്റിൽ നമ്മുടെ പണ്ടത്തെ അതേ ബുള്ളറ്റിൻ്റെ പെയിൻറ്റ് സ്കീമിൽ പുതിയ ബുള്ളറ്റ് ഏകദേശം 10-60 വർഷങ്ങൾക്ക് മുന്നേ ഉള്ള ബുള്ളറ്റിൻ്റെ അതേ മോഡല്. പിന്നെ ഓരോ വണ്ടികളിലും പറയുമ്പം നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ ഏത് വണ്ടി ആയിക്കോട്ടെ, ഏത് വണ്ടിക്കായാലും ഇപ്പോൾ ഹിമാലയൻ ഉൾപ്പെടെയുള്ള ഏത് വണ്ടിക്കായാലും അവർ കൊടുക്കണമെന്ന് വെച്ചാൽ ഹാലജൻ ഹെഡ്ലൈറ്റും ഹാലജൻ ഇൻഡിക്കേറ്റേഴ്സൊക്കെ ആണ് കേട്ടോ. ഇതിലൊന്നും അവർ മാറ്റാത്തതിന് കാരണം ഈ റോയൽ എൻഫീൽഡ് എന്ന് പറയുന്ന കമ്പനിക്ക് തന്നെ ഒരു ആഡംബരം എന്ന് പറയുന്ന സാധനമാണ് ഈ ഒരു ഇൻഡിക്കേറ്റേഴ്സും ഹാലജൻ ലൈറ്റും ഒക്കെ. സംഭവം ആവശ്യമുള്ളവർ കസ്റ്റമൈസ് ചെയ്ത് LED ആക്കണമുണ്ട്. എങ്കിലും വണ്ടികളുടെ ഒരു ബ്രാൻഡിങ് എന്ന് പറയുന്നത് ഈ ഒരു ഹാലജൻ തന്നെയാണ്. കാരണം പഴമ നിലനിർത്തുക എന്നൊരു ഉദ്ദേശമാണ് അവർ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. പിന്നെ നോക്കുമ്പോൾ നമ്മുടെ അണ്ടർ ബെല്ലിയായിട്ട് ഒരു അണ്ടർ ഗാർഡ് പ്രൊട്ടക്ഷനൊക്കെ പറഞ്ഞുണ്ട് കേട്ടോ. റോയൽ എൻഫീൽഡിൻ്റെ മെൻഷനിങ് ഒക്കെ കൊടുത്തൊരു അണ്ടർ ഗാർഡ് പ്രൊട്ടക്ഷൻ എല്ലാ വണ്ടിക്കും പറഞ്ഞുണ്ട്. അത് എന്തുകൊണ്ടും നല്ലൊരു സംഭവം തന്നെയാണ്. കാരണം നമുക്ക് ഇപ്പോൾ ചെളിയായാലും മഴയായാലും എഞ്ചിനിലോട്ടൊന്നും ചെളി അടിച്ച് കയറാത്ത രീതിക്ക് നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. സോ ഇതാണ് 2 വണ്ടികളുടെ ലുക്ക്. ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ആദ്യം കാണിച്ച ആ ഒരു ബ്ലാക്ക് വണ്ടിയുടെ ലുക്കാണ് കേട്ടോ. ഇതിലെനിക്ക് തോന്നുന്നത് വെച്ചാൽ ഒരു പഴയ നമ്മുടെ മുന്നേ ഇറങ്ങുന്ന ബുള്ളറ്റിൻ്റെ അതേ ഡിസൈനാണ് ഇതിൽ വരുന്നത്. പക്ഷേ മറ്റ് 2 വണ്ടി കംപ്ലീറ്റ്ലി ഡിഫറൻ്റ് ആണ്. കംപ്ലീറ്റ്ലി ഡിഫറൻ്റ് ആണ് മറ്റ് 2 വണ്ടിയും. ഗൈസ്, നമുക്കിനി ഈ 2 വണ്ടിയും നമ്മുടെ പഴയ ബുള്ളറ്റിനെ അപേക്ഷിച്ച് ഇതിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ
സത്യം പറഞ്ഞാൽ ഇതിൽ അത്യാവശ്യം നല്ല കിടിലൻ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത് കേട്ടോ. ആദ്യം തന്നെ നമുക്ക് പറയാനുള്ളത് വെച്ചാൽ മീറ്ററാണ്. നമ്മുടെ പഴയ ബുള്ളറ്റിലാണെങ്കിൽ സ്റ്റാൻഡേർഡിലാണെങ്കിൽ നമ്മുടെ ഡിജിറ്റൽ ക്ലസ്റ്റർ ഇല്ലായിരുന്നു കേട്ടോ. ഇതിലൊരു ഡിജിറ്റൽ ക്ലസ്റ്റർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് മീറ്ററിൽ ലാസ്റ്റ് വരാം. ഫുൾ മീറ്റർ കൺസോൾ ഞാൻ പറഞ്ഞുതരാം. പിന്നെ റോട്ടറിങ് സ്വിച്ചസ് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ നമുക്ക് ഇൻബിൽട്ട് ആയിട്ട് തന്നെ നമ്മുടെ USB ചാർജിങ് പോർട്ട് ഇവിടെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇവിടെ ആയിട്ട് നമ്മുടെ USB ചാർജിങ് പോർട്ട് വരുന്നുണ്ട്. അത്യാവശ്യം ഹൈഡബിളായിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് കേട്ടോ. പിന്നെ നമുക്കിവിടെ ട്രിപ്പ് നാവിഗേറ്റർ കാര്യങ്ങളും അതിൻ്റെ സ്വിച്ചൊക്കെ ഇവിടെയാണ് പറഞ്ഞത്. അതൊക്കെ ഞാൻ എന്തായാലും ലാസ്റ്റ് പറഞ്ഞുതരാം. പിന്നീട് നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ വണ്ടികളുടെ എഞ്ചിൻ കവറാണ് കേട്ടോ. പൗഡർ കോട്ടിങ് എഞ്ചിൻ കവറാണ് പറഞ്ഞത്. പിന്നെ നമ്മുടെ വണ്ടികളുടെ വൈബ്രേഷൻ കുറയ്ക്കാനായിട്ട് നമ്മുടെ പഴയ ബുള്ളറ്റിൽ ഇറക്കിയ അതേ സെയിം മെത്തേഡ് തന്നെയാണ്. നമുക്ക് എഞ്ചിൻ്റെ വൈബ്രേഷൻ കുറയ്ക്കാനായിട്ട് ഡ്യുവൽ ഷാസിയോടെയൊക്കെയാണ് ഇറക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പം നമുക്ക് വൈബ്രേഷനൊക്കെ തീരെ കുറവായിരിക്കും. എന്തായാലും നമുക്കിനി സൗണ്ടിലോട്ട് പോകാം. സൗണ്ടിലോട്ട് പോകുന്നതിന് മുമ്പ് എന്ന് വെച്ചാൽ നമുക്ക് സീറ്റിങ്ങിലോട്ട് നോക്കാം. അത്യാവശ്യം നല്ല കുഷനിങ് ആയിട്ടുള്ള നല്ല കിഡിലൻ സീറ്റിംഗ് ആണ് കേട്ടോ. അത് നമുക്കൊന്ന് ജസ്റ്റ് കെയർ ഇരിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഞാൻ ജസ്റ്റ് ഒന്ന് കെയർ ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കെയർ ഇരിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അത്യാവശ്യം നല്ല കുഷനിങ് നല്ല കുഷനിങ് ആയിട്ടുള്ള ഒരു സീറ്റിംഗ് ആണ്. നമുക്കൊരു ദൂരോട്ടൊക്കെ പോകണമെങ്കിൽ അത്യാവശ്യം നല്ല കുഷനിങ് ആയിട്ടുള്ള സീറ്റാണ്. നമുക്ക് പില്ലിയൻ ചാരി ഇരിക്കാനുള്ള ബാക്ക് റെസ്റ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റൈഡർക്കും പില്ലിയനും ഒരേപോലെ കംഫർട്ട് തരും എന്ന് നമുക്ക് വിശ്വസിക്കാം കേട്ടോ. അതുമാത്രമല്ല നമ്മുടെ ഹാൻഡിൽ ആയാലും നമുക്കൊരു അത്യാവശ്യം ഇങ്ങനെ പറഞ്ഞൊരു ഹാൻഡിലാണ്. അത്യാവശ്യം ഒരു ചെറിയ ഹൈറ്റൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ബാക്ക് പെയിൻ കുറവായിരിക്കും എന്നും കൂടി വിശ്വസിക്കാം. നമുക്ക് എന്തായാലും റൈഡ് ചെയ്താലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ രണ്ടിലോട്ട് വരുമ്പോഴും ഇതെന്ന് വെച്ചാൽ നമ്മുടെ റോയൽ എൻഫീൽഡ് സ്റ്റാൻഡേർഡ് ഗോൾഡ് എന്നാണ് ഇതിനെ പറയാനായിട്ട്. അപ്പം അതും ഒരേ ഇത് തന്നെയാണ്, നമ്മുടെ ഒരേ മെത്തേഡ് തന്നെയാണ് രണ്ടിൽ പറയുന്നത്. പക്ഷേ ഇതിലോട്ട് വരുമ്പോൾ എന്ന് വെച്ചാൽ ഇത് നമ്മുടെ ആദ്യത്തെ, അതായത് ഫസ്റ്റ് ഓപ്ഷനാണ് കേട്ടോ. ഇതിൻ്റെയൊക്കെ റേറ്റ് എന്തായാലും ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. ഇതിൽ നമ്മുടെ ഡിജിറ്റൽ ക്ലസ്റ്റർ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞത് നമ്മുടെ മെറ്റൽ ടാങ്കിൽ നമ്മുടെ ലൈനിങ് വരുന്നില്ല, മെറ്റലിലുള്ള മെൻഷനിങ് വരുന്നില്ല. പിന്നെ ബാക്ക് റെസ്റ്റ് വരില്ല കേട്ടോ. അതിനേക്ക് അപേക്ഷിച്ച് നോക്കുമ്പോൾ ബാക്ക് റെസ്റ്റ് വരുന്നില്ല. അതാണ് ഇതിൽ വന്നിട്ടുള്ള മാറ്റം. പിന്നെ നമുക്ക് ഇതിൽ മിററിലെന്ന് പറയുമ്പോൾ മിററെന്ന് വെച്ചാൽ ഇതിൽ എക്സ്ട്രാ ഫിറ്റിങ്സിൽ വരുന്ന മിററാണ് കേട്ടോ. ഇതൊരു ടൂറിങ് മിററാണ്. അത്യാവശ്യം ഇതൊരു വണ്ടിയുടെ ലുക്കിന് വേണ്ടി വെക്കുന്നതാണ് കേട്ടോ. ഈ ഒരു ലുക്ക് നമുക്ക് ആ ഒരു ലുക്കിൻ്റെ കാര്യത്തിലൊരു ഫിനിഷിങ് പറഞ്ഞാൽ നമുക്ക് ചിലയിടത്ത് പക്ഷേ മിറർ ഊരിക്കളഞ്ഞിട്ടൊക്കെ നടക്കും. ബുള്ളറ്റിൽ അപേക്ഷിച്ച് ബുള്ളറ്റിൽ മിറർ വേണം കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഡോമിനറോ ഡ്യൂക്ക് പോലുള്ള വണ്ടികളൊക്കെയാണെങ്കിൽ മിററിലെങ്കിലും അത്യാവശ്യം മിറർ ഇല്ലാത്തതാണ് അതിൽ ലുക്ക് കേട്ടോ. സംഭവം ബുള്ളറ്റിലാണെങ്കിൽ മിറർ വേണം. സോ നമുക്ക് ഈ ഒരു മിററിലെന്ന്, അതായത് ഇത് നമ്മുടെ സ്റ്റോക്ക് മിററാണ്. ഈ ഒരു മിററിലെന്ന് മാറ്റി നമുക്കൊരു അത്യാവശ്യം ഫാഷനബിൾ ആയിട്ടുള്ള ഒരു അത്യാവശ്യം നല്ല കിടിലൻ മിറർ വേണമെങ്കിൽ ഈ ഒരു മിറർ നിങ്ങൾക്ക് സെറ്റ് ആവുന്നതാണ് കേട്ടോ. നമുക്ക് സ്റ്റോക്കായിട്ടാണ് വണ്ടി സ്റ്റോക്കായിട്ട് ഷോറൂമിൽ ഇറങ്ങുമ്പോൾ തന്നെ ഈ ഒരു മിറർ വെച്ച് നിങ്ങൾക്ക് ഇറങ്ങാൻ പറ്റും. അത്യാവശ്യം നല്ല സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു ബിൽഡ് ക്വാളിറ്റി വരുന്ന മിററാണ്. റോയൽ എൻഫീൽഡിൻ്റെ മെൻഷനിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു ഷോ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റിയ ഒരു കിടിലൻ മിററാണ് കേട്ടോ. നമുക്കിനി എന്തായാലും രണ്ട് വണ്ടികളുടെയും ഡിജിറ്റൽ മീറ്റർ കൺസോളിലോട്ട് വരാം. മീറ്റർ കൺസോൾ ഞാൻ രണ്ട് വണ്ടികളിലോട്ട് പറഞ്ഞു തരില്ല, രണ്ടിലും ഒരേ മെത്തേഡാണ്. ഞാൻ എന്തായാലും ഈ വണ്ടികളുടെ മീറ്റർ കൺസോൾ ഞാൻ പറഞ്ഞുതരാം. വണ്ടി ഓണാക്കുമ്പോൾ തന്നെയുള്ള മീറ്റർ കൺസോൾ ഇതാണ് കേട്ടോ. അത്യാവശ്യം നല്ല കിടലിനായിട്ട് ട്രിപ്പ് 1ഉം ട്രിപ്പ് 2 നമ്മുടെ ഫ്യൂൽ ഇഞ്ചക്ഷൻ, ഫ്യൂൽ ഇൻഡിക്കേറ്ററും നമ്മുടെ ഓഡോമീറ്ററും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ABS വാർണിംഗ് പറഞ്ഞിട്ടുണ്ട്, പെട്രോളിൻ്റെ വാർണിംഗ് പറഞ്ഞിട്ടുണ്ട്, ബാറ്ററിയുടെ വാർണിംഗ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ മീറ്ററിൽ പറഞ്ഞത്. പിന്നെ നമുക്ക് മീറ്ററിൽ ട്രിപ്പ് നാവിഗേറ്റർ വേണമെങ്കിൽ രണ്ടാമത് സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇവിടെ നമുക്ക് ട്രിപ്പ് നാവിഗേറ്റർ സെറ്റ് ചെയ്യാൻ പറ്റും. എസ്പെഷ്യലി ബുള്ളറ്റിൽ ട്രിപ്പ് പോകണമെന്നുള്ള ഉദ്ദേശിക്കുന്നവരൊക്കെ നമുക്കൊരു എക്സ്ട്രാ ട്രിപ്പ് നാവിഗേറ്റർ ആണെങ്കിൽ നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. ഈ റോയൽ എൻഫീൽഡ് മെൻഷനിങ് മാറ്റിയിട്ട് നമുക്കിവിടെ ട്രിപ്പ് നാവിഗേറ്റർ നമുക്ക് സ്റ്റോക്കായിട്ട് നമുക്ക് ഇവിടെ നിന്ന് വണ്ടി ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് സെറ്റ് ചെയ്ത് ഇറക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ മീറ്റർ കൺസോൾ. പിന്നെ നമുക്ക് ഇതിൽ നമ്മുടെ വണ്ടിയുടെ ട്രിപ്പൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് ട്രിപ്പിൻ്റെ സ്വിച്ചും കാര്യങ്ങളൊക്കെ പറയുന്നത് പക്ഷേ ഈ ഒരു ഭാഗത്താണ് നമ്മുടെ റൈഡർക്ക് അത്യാവശ്യം കംഫർട്ട് നൽകാനായിട്ട് നമുക്ക് ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ മാറ്റാനായിട്ട് പറ്റും കേട്ടോ. അത്യാവശ്യം നല്ലൊരു മെത്തേഡായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ഇപ്പോൾ നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ കാണാം അവിടെ ട്രിപ്പ് F നമ്മുടെ ടൈം ഇപ്പം കറക്റ്റ് ടൈമൊക്കെ കാണിക്കുന്നുണ്ട്. ടൈം വരും, ഓഡോമീറ്റർ വരും, കാര്യങ്ങളൊക്കെ വരും കേട്ടോ. ട്രിപ്പ് 1, ട്രിപ്പ് 2, ട്രിപ്പ് F, ടൈം, ഇത്രയാണ് ഇതിൽ പറഞ്ഞത്. സോ ഇതാണ് നമ്മുടെ മീറ്റർ കൺസോൾ പറഞ്ഞത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് നമുക്ക് റോട്ടറിങ് സ്വിച്ചസ് ഒക്കെയാണ് വരുന്നത്. നമുക്ക് എന്തായാലും വണ്ടി ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വണ്ടിയുടെ സൗണ്ട് ഒന്ന് കേട്ട് നോക്കാം. നമുക്ക് എന്തായാലും ജസ്റ്റ് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. നമുക്ക് ഫ്യൂൽ ഇഞ്ചക്ഷൻ ഓൺ ആവാനുള്ള ടൈം കൊടുത്തിട്ട് ജസ്റ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. നമ്മുടെ പഴയ ബുള്ളറ്റിൻ്റെ സൗണ്ട് വന്നിട്ടുണ്ടോ എന്ന് വെച്ചാൽ ചെറുതായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് പൗഡർ കോട്ടിങ് സൈലൻസറാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമ്മുടെ ആ ഒരു ഫിനിഷിംഗ് ഒക്കെ നോക്കി തന്നെ കാണാൻ അത്യാവശ്യം നല്ല ഫിനിഷിംഗ് ഒക്കെ വരുന്നുണ്ട്. എന്തായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് റിവ്യൂ ചെയ്ത് നോക്കാം. നമ്മുടെ പഴയ മോഡൽ ബുള്ളറ്റിൻ്റെ അതേ സൗണ്ടൊക്കെ വന്നിട്ടുണ്ടോയെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നില്ല. എന്നാലും നമുക്ക് നമ്മുടെ മുന്നേ ഇറങ്ങുന്ന ബുള്ളറ്റിനേക്കാളും നല്ല നീറ്റായിട്ടുള്ള സൗണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതൊരു ബാസി സൗണ്ട് വന്നിട്ടുണ്ട്. എന്തായാലും സൗണ്ടിൽ ഞാൻ ഓക്കെയാണ് കേട്ടോ. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ സൗണ്ട് ഇതിലുണ്ട്. അത്യാവശ്യം നല്ല ഓക്കെ സൗണ്ടാണ്. നിങ്ങൾ ജസ്റ്റ് ഇത് ഈ സൗണ്ട് ക്ലിയർ ആയിട്ട് കേൾക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഹെഡ്സെറ്റ് വെച്ച് കേട്ട് നോക്കുക കേട്ടോ. നമുക്ക്
പൊട്ടലും ചീറ്റലൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് റോഡിലിട്ട് പൊട്ടിക്കണമെങ്കിലും അത്യാവശ്യം സ്റ്റോക്കായിട്ടാണ് നമുക്ക് സെറ്റ് ചെയ്ത് പൊട്ടിക്കാനൊക്കെ പറ്റും കേട്ടോ. പിന്നെ ഇതൊക്കെയാണ് നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ സ്വിച്ചും കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഹെഡ്ലൈറ്റൊക്കെ പ്രീവിയസ് നമുക്ക് എന്തായാലും ഓണായി കിടക്കും. നമുക്ക് പാസും ഡിമ്മൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഇതിലാണ്. പിന്നെ നമുക്ക് ഇതിലാണ് പാസും ഡിമ്മും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. എനിക്ക് തോന്നുന്നു ഇത് DRL മറ്റ് നോർമൽ ഹെഡ്ലൈറ്റും ആയിരിക്കും. സോ നമുക്ക് പാസും ഡിമ്മൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഒരു റോട്ടറിങ് സ്വിച്ചസൊക്കെയാണ്. നമുക്ക് പാസ് അടിച്ച് കാണിക്കണമെങ്കിൽ ഇതിലാണ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കേട്ടോ. നമുക്ക് റോട്ടറിങ് സ്വിച്ചസ് ഒക്കെ ഉണ്ട് ഇതിൽ പറഞ്ഞത്. സോ ഇൻഡിക്കേറ്ററും സ്വിച്ചും കാര്യങ്ങളൊക്കെ ഇത് തന്നെയാണ്. ഹോണിൻ്റെ സ്വിച്ചും ഇവിടെ തന്നെയാണ് പറഞ്ഞത് കേട്ടോ. നമുക്ക് ഇതൊരു ഷോറൂമിൻ്റെ അകത്താണെങ്കിൽ ഹോണൊന്നും അടിച്ച് കേൾപ്പിക്കാനുള്ള. സോ ഇതാണ് നമ്മുടെ മീറ്റർ കൺസോളും കാര്യങ്ങളൊക്കെ പറഞ്ഞത്. സോ ഇതൊക്കെയാണ് നമ്മുടെ പുതിയ റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് 350നെ സംബന്ധിച്ചുള്ള മാറ്റങ്ങളും പുതിയ വണ്ടിയിൽ വന്നിട്ടുള്ള അപ്ഡേഷൻസും കാര്യങ്ങളും കേട്ടോ. ഇത് ഞാൻ പറഞ്ഞ തന്നെ ഇത് രണ്ടും ഒരു E20 വെർഷനാണ്. ഇനി നമുക്ക് എന്തായാലും ഇതിൽ നമുക്ക് എക്സ്ട്രാ ഫിറ്റിംഗ്സ് ആയിട്ട് സ്റ്റോക്കായിട്ട് ചെയ്തിറക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഗൈസ് നമുക്കിതിൽ സ്റ്റോക്കായിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ നമ്മുടെ ക്രാഷ് ഗാർഡ് നമുക്ക് സ്റ്റോക്കായിട്ട് തന്നെ ചേഞ്ച് ചെയ്ത് ഇതുപോലത്തെ ക്രാഷ് ഗാർഡ് വേണമെങ്കിലും ഇതുപോലത്തെ വേണമെങ്കിലും ഇതിൽ കാണുന്ന നമ്മുടെ നോർമൽ ക്രാഷ് ഗാർഡ് വേണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. നോർമൽ എന്ന് പറയുമ്പോൾ ഇതുപോലത്തെ ക്രാഷ് ഗാർഡ് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ റേറ്റിനനുസരിച്ച് ഇതൊക്കെ എന്ന് വെച്ചാൽ ഒരു എക്സ്ട്രാ പേയ്മെൻറ്റ് വരുന്ന കാര്യങ്ങളാണ്. നമ്മുടെ റേറ്റിനനുസരിച്ചുള്ള ക്രാഷ് ഗാർഡ് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ അത് മാത്രമല്ല നമുക്ക് വരുമ്പം സെറ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ മിറർ വേണമെങ്കിൽ ഈ മിറർ വേണമെങ്കിൽ ഞാൻ പറഞ്ഞാൽ ഈ മിറർ സെറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ബാറിൻ്റെ മിറർ വേണമെങ്കിൽ ആ ബാറിൻ്റെ മിറർ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ നമുക്ക് മാറ്റം എന്ന് വെച്ചാൽ നമ്മുടെ ഫുഡ് പെക്ക് അത്യാവശ്യം വീതിയുള്ളൊരു ഫുഡ് പെക്ക് വയ്ക്കണമെങ്കിൽ നമുക്ക് അത് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. വീതിയുള്ളതെന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ കംഫർട്ട്, നമുക്കിപ്പോൾ ടൂർ പോകണമെങ്കിലും ലോങ് റൈഡൊക്കെ പോകുമ്പോൾ കുറച്ചുകൂടെ വീതിയുള്ള ഫുഡ് പെക്ക് വേണമെങ്കിൽ നമുക്ക് അത് സെറ്റ് ചെയ്യാൻ പറ്റും. ഇതിലും അത്യാവശ്യം നമുക്ക് കംഫർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും കുറച്ചുകൂടെ വീതിയുള്ള ഫുഡ് പെക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റുമെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ കംഫർട്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ സിറ്റി റൈഡിങ്ങിനായാലും നമ്മുടെ ലോങ് ടൂറിങ്ങിനായാലും ഒരുപോലെ പർപ്പസ്ഫുള്ളി നമുക്ക് യൂസ്ഫുള്ളായിട്ട് പറഞ്ഞ വണ്ടികൾ തന്നെയാണ് നമ്മുടെ ബുള്ളറ്റ് 350. പിന്നെ നമുക്ക് ഈ സീറ്റ് മാറ്റി നമുക്ക് ടൂറിംഗ് സീറ്റ് ആക്കാൻ പറ്റും. നമുക്ക് എന്തായാലും ടൂറിംഗ് സീറ്റും കൂടെ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. ഗൈസ് ഇതാണ് ടൂറിംഗ് സീറ്റാണ്. ടൂറിംഗ് സീറ്റിലോട്ട് വരുമ്പോൾ സീറ്റിൽ തന്നെ റോയൽ എൻഫീൽഡിൻ്റെ മെൻഷനിങ് കൊടുത്തിട്ടുണ്ട്. അത് ഈ വണ്ടിയുടെ ലുക്കിനെ തന്നെ കംപ്ലീറ്റ്ലി ഒരു കിഡിലൻ എന്നൊക്കെ പറയുന്ന രീതിക്ക് അവർ കൊടുക്കണോണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല കിഡിലൻ ലുക്ക് ഈ ഒരു സീറ്റിങ്ങിൽ റോയൽ എൻഫീൽഡ് എന്ന് എഴുതിയിരിക്കുന്ന ആ ഒരു മെൻഷനിങ്ങിലൂടെ അവർ കൊടുക്കുന്നുണ്ട്. പിന്നെ റൈഡർക്ക് അത്യാവശ്യം നല്ല കിഡിലൻ കംഫർട്ട് ആയിരിക്കും കേട്ടോ. നമുക്ക് കൈ വെച്ചാൽ തന്നെ നമ്മുടെ ജെൽ സീറ്റിലൊക്കെ വയ്ക്കുന്ന പോലെ കൈ വെച്ചാൽ തന്നെ ജസ്റ്റ് നല്ലതായിട്ട് താന്നു പോകുന്ന ഒരു ഫീലിംഗ് ആണ്. അപ്പോൾ എന്തായാലും റൈഡർക്ക് നല്ല കിഡിലൻ കംഫർട്ട് നൽകുന്ന സീറ്റ് തന്നെയാണ്. പക്ഷേ പില്ലിയാണ് നമ്മുടെ സ്റ്റോക്ക് സീറ്റിൻ്റെ അതേ സീറ്റ് തന്നെയാണ് ബാക്ക് പില്ലിയാണ് പറഞ്ഞാൽ. പക്ഷേ ലുക്ക് വൈസ് കിഡിലനാണ്. പക്ഷേ പില്ലിയൻ്റെ കാര്യം എനിക്ക് അറിയത്തില്ല. എന്തായാലും ബാക്ക് റെസ്റ്റൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് നല്ല കംഫർട്ട് ഉണ്ടായിരിക്കും. എന്തായാലും ബാക്ക് പെയിൻ തീരെ കുറവായിരിക്കും കേട്ടോ. അത് എനിക്ക് തോന്നുന്ന കാര്യമാണ്, ബാക്ക് പെയിൻ നല്ല കുറവായിരിക്കുമെന്ന്. സോ ഇതാണ് വണ്ടികളെ പറ്റിയുള്ള കിഡിലനായിട്ട് വന്നിട്ടുള്ള മാറ്റങ്ങൾ കേട്ടോ. വണ്ടിയിൽ സ്റ്റോക്കായിട്ട് വന്നിട്ടുള്ള മാറ്റങ്ങൾ. സ്റ്റോക്കായിട്ടാണ് നമുക്ക് അത്യാവശ്യം നല്ല കിടലിനായിട്ട് മാറ്റങ്ങൾ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല കിടലിനായിട്ട് കൊണ്ട് നടക്കാൻ പറ്റിയ വണ്ടി തന്നെയാണ്. നമുക്ക് സിറ്റി യൂസിനായാലും നമ്മുടെ ഡെയിലി യൂസേജിനായാലും ടൂറിങ്ങിനായാലും നമുക്ക് ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന വണ്ടി തന്നെയാണ് നമ്മുടെ പുതിയ ബുള്ളറ്റ് 350. സോ ഇതൊരു വൺ ഇറ്റ് ബൈ ആണ് കേട്ടോ. അതായത് നമ്മൾ ഒരിക്കൽ ഇത് ബൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫുൾ കസ്റ്റമൈസേഷനും നമ്മുടെ ഫുൾ ആക്സറീസൊക്കെ വെച്ച് ഒരിക്കൽ ഇത് ബൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറെ ചിലവും കാര്യങ്ങളൊന്നും വരില്ല കേട്ടോ. നമുക്ക് ഒരുപോലെ അതായത് നല്ല കിടലിനായിട്ട് കസ്റ്റമൈസ് ചെയ്ത് കൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരു വണ്ടി തന്നെയാണ് ബുള്ളറ്റ്. സോ നമുക്ക് പണ്ടത്തെ ആ ഒരു ബുള്ളറ്റ് ലെജൻഡറി ബുള്ളറ്റിൻ്റെ ആ ഒരു ഫീലും നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം കേട്ടോ. എന്തായാലും നമ്മുടെ ലെജൻഡറി ബുള്ളറ്റിൻ്റെ ആ ഒരു കസ്റ്റമൈസേഷൻ, അതായത് നമ്മുടെ ലെജൻഡറി ബുള്ളറ്റിൻ്റെ മെൻഷനിങ്, ആ ഒരു മെറ്റൽ മെൻഷനിങ് വന്നിട്ടുള്ളതുകൊണ്ട് നമുക്ക് പണ്ടത്തെ ആ ബുള്ളറ്റിൻ്റെ ആ ഒരു ഫീല് കിട്ടുമെന്ന് നമുക്ക് വിശ്വസിക്കാം. സോ ഇതൊക്കെയാണ് ഈ വണ്ടിയെ പറ്റിയുള്ള ഡീറ്റെയിൽസ്. നമുക്കിനി എന്തായാലും വണ്ടികളുടെ വില ജസ്റ്റ് ഒന്ന് നോക്കാം. നമുക്കിനി ഇതിൻ്റെ റേറ്റ് നോക്കുമ്പോൾ എന്തായാലും നമുക്ക് ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബഡ്ജറ്റ് വേരിയൻ്റ് ആയിട്ട്, അതായത് ബേസ് വേരിയൻ്റ് എന്ന് പറയുന്ന ബുള്ളറ്റ് ഇതാണ്. നമുക്ക് ഇതിൻ്റെ റേറ്റ് വരുന്നത് വെച്ചാൽ 2,10,000 രൂപയാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് ഓൺ റോഡ് റേറ്റ് വരുന്നത് വെച്ചാൽ 2,10,700 സംതിങ് ആണ് ഇതിൻ്റെ ഓൺ റോഡ് റേറ്റ് വരുന്നത്. ഇതാണ് ബേസ് വേരിയൻ്റ് കേട്ടോ. ബേസ് വേരിയൻ്റ് എന്ന് പറയുമ്പോൾ ഇതേ ലുക്കിലാണ് വണ്ടി കിട്ടുന്നത്. സോ ഇതാണ് നമുക്ക് രണ്ടാമത് വരുന്ന മിഡിൽ വേരിയൻറ്റ്, നമ്മുടെ രണ്ടാമത്തെ വേരിയൻറ്റ് ഇതാണ്. സോ ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് 2,38,000 രൂപയാണ് ഇതിൻ്റെ വില കേട്ടോ. 2,38,000 രൂപയാണ് നമ്മുടെ മിഡിൽ വേരിയൻറ്റിൻ്റെ വില. ഇതാണ് നമ്മുടെ ഒരു ലിമിറ്റഡ് എഡിഷൻ, ലിമിറ്റഡ് വേരിയൻ്റ് എന്നൊക്കെ പറയുന്ന ബുള്ളറ്റ് റോയൽ എൻഫീൽഡിൻ്റെ ബുള്ളറ്റ് 350 ലിമിറ്റഡ് വേരിയൻ്റ് ആണ്. ഇതിൻ്റെ വില 2,78,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് പറഞ്ഞിട്ടാ. പിന്നെ ഈ 3 വണ്ടിക്കും ഒരേ രീതിക്ക് തന്നെയാണ് EMI വരുന്നത്. EMIയിൽ നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ ഡൗൺ പേയ്മെൻറ്റ് എന്ന് വെച്ചാൽ ഒരു 30-40 അതിനകത്തൊക്കെയാണ് നമുക്ക് ഇതിൻ്റെ ഏറ്റവും കുറഞ്ഞ ഡൗൺ പേയ്മെൻറ്റ് കേട്ടോ. സംഭവം ഡൗൺ പേയ്മെൻറ്റ് ഉദ്ദേശിച്ച് നമുക്ക് ഓരോ കസ്റ്റമേഴ്സിൻ്റെ സിബിൽ സ്കോർ ബേസ് ചെയ്താണ് ഡൗൺ പേയ്മെൻറ്റ് പറഞ്ഞത്. ഇപ്പോൾ ഓരോ വണ്ടി നമുക്ക് സിബിൽ സ്കോർ നോക്കിയാണ് എടുക്കാൻ പറ്റുന്നത് കേട്ടോ. ഇപ്പം നമുക്ക് ഓരോ കസ്റ്റമേഴ്സിൻ്റെ ബാങ്ക് ഡീറ്റെയിൽസ് വെച്ച് സിബിൽ സ്കോർ നോക്കി നമുക്ക് എടുക്കാൻ പറ്റും. ഏറ്റവും കുറഞ്ഞ ഡൗൺ പേയ്മെൻറ്റ് എന്ന് വെച്ചാൽ 30-40 ഇടയിലാണ് ഏറ്റവും കുറഞ്ഞ ഡൗൺ പേയ്മെൻറ്റ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ഒരു റോയൽ എൻഫീൽഡ് പുതിയ ബുള്ളറ്റ് 350യെ സംബന്ധിച്ചുള്ള വീഡിയോ. ഇതിൻ്റെ വില 2,10,000, 2,00,000 മിഡിൽ റേഞ്ചിൻ്റെ വില 2,38,000, ഏറ്റവും കൂടിയ ലിമിറ്റഡ് എഡിഷൻ്റെ വില 2,38,000
78,000 രൂപയാണ് കേട്ടോ. ഇതൊരു ലിമിറ്റഡ് എഡിഷനാണ്. സോ ഇതിനെന്തായാലും കുറച്ചുകൂടെ വില കുറച്ച് കൂടുതലായിരിക്കും. സോ ഇത്രയാണ് നമുക്ക് വണ്ടികളുടെ പറ്റിയുള്ള ഡീറ്റെയിൽസ് വെച്ചിട്ടുള്ള ഒരു വീഡിയോ. ഇതിലെന്തെങ്കിലും ഞാൻ പറയാനായിട്ട് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. നമുക്ക് ആ ഒരു ഷോറൂം വിസിറ്റിലായിട്ട് നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ വിട്ടുപോയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. സോ ഗൈസ്, ഇത്രയൊക്കെ ഉള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ വീഡിയോ കാണുന്നതിൽ ഭൂരിഭാഗം പേരും നമ്മുടെ വീഡിയോ കണ്ടിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് പോവുകയാണ് കേട്ടോ. സോ ഇതുപോലുള്ള പുതിയ വണ്ടികളുടെ വീഡിയോസും ഒക്കെ ഞാൻ ഷോറൂമിൽ വന്നാൽ അവൈലബിൾ ആയ ഉടനെ ചെയ്യുന്നതായിരിക്കും കേട്ടോ. സോ നമ്മുടെ ഈ വീഡിയോ കാണുന്നവർ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് കുറവ് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ അത് റെക്ടിഫൈ ചെയ്ത് ചെയ്യുന്നതായിരിക്കും കേട്ടോ. സോ അടുത്തൊരു വീഡിയോ ഇടണം. അതുവരേക്കും ബൈ ബൈ.